പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു കാര്യം മാത്രമല്ല കേട്ടോ. ഇതൊരു ഡെലിവറി വെഹിക്കിളാണ്. 20 അമിനോ ആസിഡുകളെ ക്യാരി ചെയ്യുന്ന ഡെലിവറി വെഹിക്കിൾ. ഇതിൽ 9 എണ്ണം എസെൻഷ്യൽ അമിനോ ആസിഡാണ്. അവ നമ്മുടെ ശരീരത്തിന് അവ നിർമ്മിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഭക്ഷണത്തിലൂടെ അവ കിട്ടിയിരിക്കണം. നമ്മൾ കഴിക്കുന്ന അനിമൽ പ്രോട്ടീൻസ്, ഇപ്പോൾ ചിക്കൻ, മത്സ്യം, മുട്ട, പാൽ, ഇതിലെല്ലാം ഒരു എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അല്ല, പൂർണ്ണ അമിനോ ആസിഡുകൾ പൂർണ്ണമായിട്ടുമുള്ള കാര്യങ്ങളാണ്. എന്നാൽ പ്ലാന്റ് പ്രോട്ടീൻ, പ്രത്യേകിച്ച് പയർ, പരിപ്പ്, കടല, പക്ഷേ ഇതിലൊക്കെ അമിനോ ആസിഡുകൾ ഉണ്ട്. പക്ഷേ എസെൻഷ്യൽ ആയിട്ടുള്ള മുഴുവൻ അമിനോ ആസിഡുകളും നമുക്കിതിലൂടെ ലഭിക്കില്ല. അപ്പം വെജിറ്റേറിയൻ ആൾക്കാർക്ക് ഒരാശങ്ക ഉണ്ടാവും, പഠിച്ചവനെ ഞങ്ങൾക്കിപ്പോൾ പൂർണ്ണ പ്രോട്ടീൻ കിട്ടിയില്ല, ഞങ്ങൾ എന്താവും, ഞങ്ങൾക്ക് മസിലൊന്നും ഇല്ലാതെ ഞങ്ങൾ വീക്കായി പോകില്ലേ എന്ന് ധാരണ ഉണ്ടെങ്കിൽ ആശങ്കപ്പെടേണ്ട. നമുക്ക് എല്ലാ അമിനോ ആസിഡുകളും എല്ലാ പ്രോട്ടീനും കിട്ടുന്ന രീതിയിലുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള വെജിറ്റേറിയൻ ഡയറ്റ് കഴിച്ചാൽ മതി. ഉദാഹരണത്തിന് നമുക്ക് വേണമെങ്കിൽ അരിയും പരിപ്പൂടിയും കഴിക്കാം, പിന്നെ ഹോൾ ഗ്രെയിൻസും അതിൻ്റെ കൂടെ പീനട്ട് ബട്ടറൂടിയും കഴിക്കാം, പിന്നെ നട്ട്സും സീഡ്സ് കൂടി മിക്സ് ചെയ്ത് കഴിക്കാം, അപ്പോൾ കടലയും ബ്രൗൺ റൈസ് കൂടി മിക്സ് ചെയ്ത് കഴിക്കാം. അപ്പോൾ നമുക്ക് വ്യത്യസ്ത പ്രോട്ടീനുകൾ നമുക്ക് പല ഭക്ഷണത്തിൽ നിന്നായി ലഭിക്കുമ്പം നമുക്ക് എന്താക്കും, നമുക്ക് മാംസത്തിലൂടെ കിട്ടുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ അമിനോ ആസിഡുകളും നമുക്ക് അതിലൂടെ ലഭ്യമാകുന്നുണ്ട്. അപ്പം നമുക്ക് എത്ര പ്രോട്ടീൻ കിട്ടണം? ഇപ്പം ഒരു മിഡ് ലൈഫിലുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർക്ക് 25 തൊട്ട് 30 ഗ്രാം വരെ പ്രോട്ടീൻ ഓരോ പെർ മീലിലും കിട്ടിയിരിക്കണം. അത് നമ്മുടെ മസിൽ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാനും പിന്നെ നമുക്കുണ്ടാകുന്ന ക്ഷീണാവസ്ഥ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നുള്ളതാണ്. അപ്പോൾ വേണമെങ്കിൽ ഒരു സ്മോൾ ചിക്കൻ ബ്രസ്റ്റ് 20 ഗ്രാം, അതിലൂടെ നമുക്ക് അളവ് കിട്ടും. 3 എഗ്ഗ്, അതെല്ലാം കൂടി നമുക്ക് 20 ഗ്രാം പ്രോട്ടീൻ കിട്ടും. പിന്നെ 1 കപ്പ് പരിപ്പ്, അതിൽ 10 ഗ്രാം കിട്ടും. 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ 10 ഗ്രാം കിട്ടും. 100 ഗ്രാം ടോഫു, അതിലൂടെ 10 ഗ്രാം പ്രോട്ടീൻ കിട്ടും. രാത്രിയിൽ നമ്മളെ മസിൽ ബ്രേക്ക് ഡൗൺ കൂടുന്നൊരവസ്ഥയുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എപ്പോഴും നമുക്ക് എന്ത് കിട്ടണം, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ബോഡി ഗാർഡായിട്ട് പ്രവർത്തിക്കുന്ന പ്രോട്ടീൻ കിട്ടിയിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് രാവിലെ വേണമെങ്കിൽ ഒരു ഓംലെറ്റും കുറച്ച് പച്ചക്കറികളും കഴിക്കാം. പിന്നെ ഗ്രീക്ക് യോഗട്ടും നട്ട്സും വേണമെങ്കിൽ കഴിക്കാം. പിന്നെ ദാല് കൊണ്ടുണ്ടാക്കിയ ദോശ കഴിക്കാം. ഒരു ടോഫു സ്ക്രോമ്പിൾ കഴിക്കാം. വേണമെങ്കിൽ കുറച്ച് പീനട്ട് ബട്ടർ ടോസ്റ്റ് കഴിക്കാം. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പോഷകം മാത്രമല്ല, നമ്മുടെ മധ്യവയസ്സിൻ്റെ ഒരു ഇൻഷുറൻസ് പോളിസിയാണ്. മസിൽ, എനർജി, നമ്മുടെ മൂഡ്, നമ്മുടെ മെറ്റബോളിസം അല്ലെങ്കിൽ നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളെല്ലാം അടിപൊളിയാക്കുന്നൊരു സംഭവമാണ്.